ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് ഷേക്ക് ആണ്. നോമ്പ് തുറയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മിൽക്ക് ഷേക്ക് ആണ് ഇത് ഞാൻ കിവിയും ബദാമും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു മിൽക്ക് ഷേക്ക് ആണ് ഇത്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം ഒന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കിവിയാണ്. ഇതുപോലെ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ബദാമിന്റെ പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ബദാമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഇതുപോലെ ചോപ്പറിലാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കിവി ഇട്ടതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത പാലാണ് ഇതിന് എടുക്കേണ്ടത്. നമുക്ക് ആദ്യമേ ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന കിവി നല്ല മധുരമുള്ള കിവി ആയതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തേക്കുന്നത്. ചില സമയത്ത് കിവി കിട്ടുമ്പോൾ അതിന് പുളിയായിരിക്കും. അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ബദാം ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്നുകൂടെ അടിച്ചെടുക്കാം. ഇതെല്ലാം നല്ല പേസ്റ്റ് രൂപത്തിൽ ആയതിനു ശേഷം മാത്രമേ പാൽ ഒഴിച്ചു കൊടുക്കാവൂ. ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത പാലായിരിക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിൽ ഇത് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്